ജനസമക്ഷത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മട്ടന്നൂർ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ശ്രീ ചന്ദ്രൻ തില്ലങ്കരിയാണ്. സ്വാഗതം. എങ്ങനെയാണ്? നല്ല ചൂടാണ് വെളിയിൽ. പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? കാലാവസ്ഥയും ചൂടാണ്, തെരഞ്ഞെടുപ്പ് രംഗവും ചൂടാണ്. UDFന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആത്മവിശ്വാസത്തോടു കൂടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലാണ് മട്ടന്നൂർ നിയോജകമണ്ഡലത്തിലെ UDFന്റെ പ്രവർത്തകന്മാർ. ഈ മട്ടന്നൂർ മണ്ഡലത്തിനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ തവണകളായിട്ട് ഈ കൈപ്പത്തി ചിഹ്നം എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചൊരു വികാരമാണല്ലോ. അപ്പോൾ ഇത്തവണ കൈപ്പത്തി ചിഹ്നത്തിലാണ് സ്ഥാനാർത്ഥി. എങ്ങനെ കാണും? കൈപ്പത്തി ചിഹ്നം കിട്ടിയതോടുകൂടി കോൺഗ്രസ്സുകാർ മാത്രമല്ല, UDFന്റെ മുഴുവൻ ആളുകൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നത്തിൽ മത്സരിക്കുക എന്നുള്ളത് ഈ കാലാകാലങ്ങളിൽ വോട്ട് ചെയ്തിട്ടുള്ളവർക്കുള്ള ഒരു ആവേശമാണ്. ആ ആവേശം ഇന്നും നമ്മുടെ മണ്ഡലത്തിൽ നിലനിൽക്കുകയാണ്. അത് തന്നെയാണ് നമ്മുടെ ആത്മവിശ്വാസം. ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ ഈ പ്രചരണമായിട്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ മട്ടന്നൂരിലെ UDFന്റെ കമ്മിറ്റി, നിയോജകമണ്ഡലം കമ്മിറ്റി, പഞ്ചായത്ത് കമ്മിറ്റികളും ക്രമപ്പെടുത്തിയ അതിൻ്റെ സംഘടനാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക എന്നുള്ള അതിൻ്റെ പ്രാഥമികമായ പ്രവർത്തനം ഏറ്റവും കൂടുതൽ നിർവഹിച്ചത് UDFന്റെ പ്രവർത്തകരാണ്. ആ രീതിയിലുള്ള ചിട്ടയായ പ്രവർത്തനത്തിലാണ് ഞങ്ങളുള്ളത്. ഈ മട്ടന്നൂർ മണ്ഡലത്തിനെ സംബന്ധിച്ച് ഇത് സ്ഥിരമായിട്ട് LDFന്റെ കയ്യിലുള്ള ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ തവണത്തെ മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി KK ശൈല ടീച്ചറാണ്. 60,000-ന് മേലെ ഭൂരിപക്ഷം ഉണ്ടായിട്ടുണ്ടായിരുന്നു. എങ്ങനെ അത്? ആ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നു. അവിടെ 3500-ൽ അടുത്ത വോട്ടുകൾക്കാണ് LDF ലീഡ് നേടിയത്. അതിനുശേഷം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നു. അവിടെയൊന്നും ഈ 60,000 ഇല്ല. ഈ 60,000 നേടിയത് ശൈല ടീച്ചറുടെ മിടുക്കാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. കൊറോണ സമയത്തുണ്ടായ ചില സാഹചര്യങ്ങളെ സമർത്ഥമായി ഞങ്ങളാണ് കൈകാര്യം ചെയ്തത് എന്ന രീതിയിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് ഉണ്ടാക്കിയ വോട്ടാണ് 60,000 വോട്ട്. ജനങ്ങൾ വളരെ വേഗത്തിൽ തിരിച്ചറിഞ്ഞു. കാരണം ആ വോട്ട് കിട്ടിയത് അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായിരുന്നു. കൊറോണ കാലഘട്ടങ്ങളിൽ മറ്റാർക്കും പുറത്തിറങ്ങാൻ പറ്റുമായിരുന്നില്ല. ഞങ്ങളൊക്കെ ഇപ്പോഴും അതിൻ്റെ കേസുമായിട്ട് നടക്കുകയാണ്. UDFന്റെ പ്രവർത്തകന്മാർ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പുറത്തിറങ്ങിയാൽ ഞങ്ങൾ ഈ രോഗം വരുത്തുന്ന ആളുകളാണ് എന്ന് പറഞ്ഞ് കേസെടുക്കുന്ന ഒരു രീതി ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. നമ്മുടെ പ്രവർത്തകന്മാർ പലരും പ്രവർത്തനത്തിൽ വിമുഖത കാണിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് വേണ്ടത്ര രീതിയിലുള്ള സജീവ പ്രവർത്തനം നടത്താൻ അന്ന് കഴിഞ്ഞില്ല. മാത്രമല്ല, നമ്മുടെ ഈ മണ്ഡലം നിലവിൽ വന്നതിന് ശേഷം 2011-ൽ നിലവിൽ വരുന്നത് വരെ UDF ജയിക്കുന്ന ഒരു മണ്ഡലമായിരുന്നു മട്ടന്നൂർ അടക്കമുള്ള പ്രദേശം. മാങ്ങാട്ടിടവും ചിറ്റാരിപ്പറമ്പും മാലൂരും ഒക്കെ കൂത്തുറമ്പിന്റെ കോളയാടും ഭാഗമായി പോയി. ബാക്കി ഭാഗങ്ങളെല്ലാം പേരാവൂരിന്റെ ഭാഗം. അപ്പോൾ ആ തെരഞ്ഞെടുപ്പ് മുതൽ ഞങ്ങൾക്കുണ്ടായ ഒരു പ്രയാസം, UDFന്റെ ഘടകകക്ഷികൾ ആരെങ്കിലുമാണ് മത്സരിക്കാറുള്ളത്. അതിൽ തെറ്റുമില്ല. UDFന്റെ ഘടകകക്ഷികൾക്കും സീറ്റ് വേണമല്ലോ. പക്ഷേ ഈ മണ്ഡലത്തിൽ ഒരു നല്ല ശക്തമായ മത്സരം നടത്താൻ കഴിയുമായിരുന്ന മണ്ഡലത്തിൽ അവിടെ നമുക്ക് പുറത്തുള്ള ജില്ലക്ക് പുറത്തുള്ള സ്ഥാനാർത്ഥിയാണ് ആദ്യം മത്സരിക്കാൻ പോകുന്നത്. ഞങ്ങളെ ആ സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായി നമുക്ക് പ്രയാസമില്ലാത്ത ആളാണെങ്കിലും കുഴപ്പമൊന്നുമില്ലെങ്കിൽ പോലും നമ്മുടെ ജനങ്ങളിലേക്ക് പരിചയപ്പെട്ട് വരുമ്പോഴേക്കും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അപ്പോൾ വേണ്ടത്ര പ്രവർത്തനം നടത്താൻ കഴിഞ്ഞില്ല. അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പരിമിതി ഉണ്ടായിരുന്നു. രണ്ടാമത്തെ തെരഞ്ഞെടുപ്പും അങ്ങനെ തന്നെയായിരുന്നു. മൂന്നാമത്തെ തെരഞ്ഞെടുപ്പും ആ രീതിയിൽ വന്നപ്പോൾ നമ്മുടെ UDFന്റെ പ്രവർത്തകന്മാർ മാനസികമായി സത്യം പറഞ്ഞാൽ തളർന്നുപോയി. പക്ഷെ ഇപ്പോ അവർ വർദ്ധിതാവേശത്തിലാണ്. UDFന്റെ ഒരു സ്ഥാനാർത്ഥി കൈച്ചിഹ്നത്തിൽ മത്സരിക്കുന്നു, നാട്ടുകാരനാണ്, എന്നെ ഈ മണ്ഡലത്തിൽ ആർക്കും പരിചയപ്പെടുത്തേണ്ടായിട്ടില്ല, എനിക്ക് അവരെയും അറിയാം, അവർക്ക് എന്നെയും അറിയാം എന്നുള്ളത് കൊണ്ട് നേതൃതലത്തിൽ KPCC ജനറൽ സെക്രട്ടറിയാണ്. യെസ്. അപ്പൊ അത്രയും KPCC ജനറൽ സെക്രട്ടറി ആയ ഒരാളെ നിങ്ങൾ ഈ പറയുന്ന 60,000 വോട്ടുള്ള ഭൂരിപക്ഷമുള്ള ഒരു സീറ്റിലേക്ക് മത്സരിപ്പിക്കണമെങ്കിൽ പാർട്ടി മുന്നണി ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് വൈകിപ്പോയത്. അവിടെ വിജയപ്രതീക്ഷയിലാണ്. 100% വിജയപ്രതീക്ഷയിൽ ഞങ്ങൾ വിജയിച്ചിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ. നമ്മൾ KS സുധാകരൻ ഉണ്ടാക്കിയ ഒരു പുകിലുണ്ടല്ലോ, രാഷ്ട്രീയപരമായി ചോദിച്ചാൽ. KS സുധാകരൻ ഒരു പുകിലും ഉണ്ടാക്കിയിട്ടില്ല. പുകിലുണ്ടാക്കിയത് മാധ്യമങ്ങളാണ്.
കെ സുധാകരൻ എല്ലാം മാധ്യമ സൃഷ്ടിയാണ്. പിന്നെന്താ, അദ്ദേഹം ഒരു നേതാവെന്ന നിലയിൽ അദ്ദേഹം മനസ്സിലുള്ളത് തുറന്നു പറയുന്ന ആളാണ്. അത് ഈ ഒരു വിഷയത്തിൽ മാത്രമല്ല, അയാളെ രാഷ്ട്രീയ അഭിപ്രായങ്ങളും മറ്റു കാര്യങ്ങളും പച്ചയായി തുറന്നു പറയുന്ന ഒരാളാണ്. ഒരു പച്ച മനുഷ്യൻ. അദ്ദേഹം ഒരു ആഗ്രഹം പറഞ്ഞു, എനിക്ക് നിയമസഭയിൽ മത്സരിക്കണം. മനുഷ്യർക്ക് എല്ലാ ആഗ്രഹങ്ങളുണ്ട്. ചില ആളുകൾ ആഗ്രഹം മൂടി വെക്കുന്നവരുണ്ട്, ചില ആളുകൾ പ്രകടിപ്പിക്കുന്നവരുണ്ട്, ചില ആളുകൾ രഹസ്യമായി സൂചിപ്പിക്കുന്നവരുണ്ട്. കെ സുധാകരൻ അങ്ങനെയുള്ള ആളല്ല. അയാൾക്ക് രഹസ്യം സൂക്ഷിക്കുന്ന ആളുമല്ല. അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിയമസഭയിൽ മത്സരിക്കണം എന്ന് ആഗ്രഹം ഞാൻ പാർട്ടി നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം നിങ്ങളോട് പറഞ്ഞത് ഏതെങ്കിലും ഒരു സംസാരത്തിൽ അദ്ദേഹം പാർട്ടിയെ കുറ്റപ്പെടുത്തി പറഞ്ഞിട്ടില്ല. ചാനലുകളോടെല്ലാം പറഞ്ഞിട്ടുള്ളതും മറ്റു മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളതും പാർട്ടി അനുവദിക്കുകയാണെങ്കിൽ ഞാൻ മത്സരിക്കും. പാർട്ടി അനുവദിച്ചിട്ടില്ല, അദ്ദേഹം മത്സരിച്ചിട്ടില്ല. പിന്നെ എന്ത് പുകല അവിടെ ഉണ്ടായിട്ടുള്ളത്? ഒരു KPCC ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ സ്വന്തമായിട്ടുള്ള അഭിപ്രായമാണിത്. സ്വന്തമല്ല, പാർട്ടിയുടെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. എന്റെ സ്വന്തമായ അഭിപ്രായം മറ്റു പലതും ഉണ്ടാകാം. പക്ഷേ സ്ഥാനാർത്ഥി ഞാനും പല ആഗ്രഹങ്ങളും വെച്ചു കൊടുക്കുന്ന ഒരു പൊതുപ്രവർത്തകന് പല ആഗ്രഹങ്ങളുണ്ടാവും. പൊതുപ്രവർത്തനം നടത്തുന്ന ആളുകൾ പറഞ്ഞത് തെറ്റായി തോന്നുന്നു. ഒരു തെറ്റുമില്ല. കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നത് ഒരു തെറ്റുമല്ല. കാരണം അദ്ദേഹം അങ്ങനെ പറയുന്ന ആളാണ്. അദ്ദേഹത്തിന് മനസ്സിലുള്ളത് ഉള്ളിൽ വെച്ച് നടക്കാൻ അറിയാത്ത ആളായതുകൊണ്ട് അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടേ ഉള്ളൂ. ആഗ്രഹം എത്ര ആളുകൾ പ്രകടിപ്പിക്കുന്നു? സുധാകരൻ മാത്രമല്ല, എത്രയോ CPM-ന്റെ നേതാക്കന്മാർ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടില്ല. അത് സുധാകരനിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഇവിടെ എന്തെങ്കിലും CPM-ന് ഉണ്ടായിട്ടുള്ള തകർച്ച, ആ തകർച്ച UDF-ന് ഉണ്ടായ മേൽക്കൈ, അത് തകർക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു പരീക്ഷണം ചില മേഖലകളിൽ നിന്ന് നടത്തി. അതിൽ അവർ പരാജയപ്പെട്ടു പോയി. സുധാകരനെ കുറിച്ച് പൊടിപ്പും തൊങ്ങലും വെച്ച് അദ്ദേഹം പാർട്ടി വിടുന്നു. അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കാൻ പോകുന്നു. അദ്ദേഹം വേറൊരു മുന്നണിയിലേക്ക് പോകുന്നു. അദ്ദേഹം കോൺഗ്രസിനെതിരെ വലിയ രീതിയിൽ പൊട്ടിത്തെറിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ സുധാകരൻ വൈകുന്നേരം അദ്ദേഹത്തിന്റെ ഡൽഹിയിലെ റൂമിൽ നിന്ന് ഇറങ്ങി വന്നെന്താ മാധ്യമങ്ങളോട് പറഞ്ഞത്? ഞാൻ അച്ചടക്കമുള്ള കോൺഗ്രസിന്റെ പ്രവർത്തകനാണ്. കെ സുധാകരനെ കോൺഗ്രസ് നൽകിയിട്ടുള്ള സ്ഥാനമാനങ്ങൾ അദ്ദേഹത്തിന് നല്ലപോലെ അറിയാം. അദ്ദേഹത്തിന്റെ ആഗ്രഹം പറഞ്ഞു. ഞങ്ങൾ സുധാകരനോട് ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ആഗ്രഹം ഞാൻ സുധാകരനോട് പറഞ്ഞിട്ടുണ്ട്. പല ആഗ്രഹങ്ങളും ഉണ്ടാവും. മട്ടന്നൂരിൽ ആദ്യഘട്ടത്തിൽ മത്സരിക്കാൻ തീരുമാനിച്ച ആളുകളല്ല നമ്മൾ. പക്ഷെ പാർട്ടി അതിനെ ഇക്കുറി ഞങ്ങൾ തീരുമാനിച്ചത് എല്ലാ നിയോജക മണ്ഡലത്തിലും ശക്തമായ മത്സരം നടത്തുക എന്നുള്ളതാണ്. ആ മത്സരം നടത്തുന്നതിൽ സ്ഥാനത്തിന്റെ വലിപ്പച്ചെറുപ്പല്ല. അവർക്ക് ആ നാട്ടിൽ ബന്ധമുണ്ടോ, അവർക്ക് ആ നാട്ടിൽ സ്വാധീനമുണ്ടോ, പൊതുസമൂഹം അദ്ദേഹത്തെ അംഗീകരിക്കുന്നുണ്ടോ എന്ന രീതിയിൽ പരിശോധന നടത്തിയാണ് ഞങ്ങൾ സീറ്റുകളെല്ലാം നിശ്ചയിച്ചിട്ടുള്ളത്. 60,000 ഭൂരിപക്ഷം നമുക്കൊരു വിഷയമല്ല. 60,000 നമുക്കൊരു വിഷയമേ അല്ല. 60,000 5 വർഷം മുമ്പുള്ള കാര്യമാണ്. അതിനിടയിൽ നടന്ന സംഭവ വികാസങ്ങൾ എത്രയുണ്ട്? മട്ടന്നൂർ നഗരസഭാ തെരഞ്ഞെടുപ്പ് ഭൂരിപക്ഷം കുറക്കാൻ പറ്റും. മട്ടന്നൂരിൽ എത്രയാണ് ലീഡ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ? LDF സ്ഥാനാർത്ഥിക്ക് നഗരസഭാ ഇലക്ഷൻ നടന്നപ്പോൾ 2000-ൽ താഴെ വോട്ടാണ് അവർക്ക് കിട്ടിയ ലീഡ്. നിസ്സാര വോട്ടുകൾക്ക്, ചെറിയൊരു നോട്ടപ്പിശക് കൊണ്ടാണ് മട്ടന്നൂർ നഗരസഭ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. സംഘടനാപരമായി UDF, കോൺഗ്രസും മുസ്ലിം ലീഗുമാണ് ഇവിടെയുള്ള പ്രധാന പാർട്ടികൾ. രണ്ടും നല്ല ശക്തമായ സംഘടനാ പ്രവർത്തനം നടത്തുന്ന മേഖലയാണ്. കണ്ണൂർ ജില്ലയിൽ തന്നെ പാർട്ടിക്ക് ഏത് മുന്നണിയുടെ പരിപാടി വെച്ചാലും, പാർട്ടിയുടെ പരിപാടി വെച്ചാലും, ഏത് പരിപാടിക്കും നിറയെ ജനസാന്നിധ്യമുള്ള ഒരു മണ്ഡലമാണ് മട്ടന്നൂർ. ഈ എതിരാളിയായിട്ട് ഇവിടെ മട്ടന്നൂരിലൊരു ത്രികോണ മത്സരമുണ്ടോ എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ത്രികോണ മത്സരം വേണമെന്ന് പറയുന്നുണ്ട്, പറയാം. ത്രികോണം അല്ലല്ലോ, 5-8 സ്ഥാനാർത്ഥികൾ ഉണ്ട് എന്നാണ് പറയുന്നത്. എല്ലാവരും മത്സരിക്കുന്നവർക്ക് അവരുടേതായ പ്രാധാന്യമുണ്ടല്ലോ. NDAയുടെ ബിജു ഏലക്കുഴിയാണ് ജില്ലാ അധ്യക്ഷൻ. ബിജു മാത്രമല്ല, വേറെയും സംഘടനകളൊക്കെ മത്സരിക്കുന്നുണ്ട്. എല്ലാവരും അവരവരുടെ സംഘടനയുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനാണല്ലോ മത്സരിക്കുന്നത്. ത്രികോണം എന്ന് പറയുന്നതിന് പകരം അവര് എത്ര അംഗങ്ങളുടെ അവരെല്ലാം മത്സരരംഗത്താണ്. അതിൽ പ്രശ്നമില്ല. പ്രധാന മത്സരങ്ങൾ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പ്രധാന മത്സരം UDF-ഉം LDF-ഉം തമ്മിലാണ്. അക്കാര്യത്തിൽ ആർക്കാ സംശയം? ഈ യുവത്വത്തിന്റെ പ്രതീകമായിട്ട് ചിത്രീകരിക്കപ്പെടുന്ന VK സനോജാണ് എതിരാളി. യുവത്വം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? പ്രായത്തിലാണോ യുവത്വം? അല്ല, യുവത്വം പ്രായത്തിലല്ലല്ലോ. അവരുടെ ഇടപെടലിൽ, അവരുടെ പ്രവർത്തനങ്ങളിൽ യുവത്വം നമ്മുടെ മനസ്സിലാണ്. നമ്മളിപ്പോഴും സജീവമായി സംഘടനാ പ്രവർത്തനത്തിൽ സജീവമാണ്. പിന്നെ സനോജിനെ കുറിച്ച് വ്യക്തിപരമായി എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. എൻ്റെ സുഹൃത്താണ്. അദ്ദേഹം ഇടതുപക്ഷ ആശയം മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. പക്ഷെ ആ ഇടതുപക്ഷ ആശയം തകർന്നിരിക്കുന്നുവെന്ന് G. സുധാകരനെ പോലുള്ള ആളുകൾ പറയുന്നത് സത്യമാണെന്ന് തെളിയിക്കുന്ന കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് ഞങ്ങൾ. അപ്പോൾ ആ ആശയങ്ങൾ തമ്മിലുള്ള പോരാട്ടം നടക്കുന്നു. അവിടെ എല്ലാ മേഖലകളിലുമുള്ള ചർച്ചകൾ നടക്കും. രാഷ്ട്രീയപരമായ സംസ്ഥാന നേതൃത്വം വഹിക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഈ സംസ്ഥാന രാഷ്ട്രീയത്തെ പറ്റി ഇപ്പൊ നിലവിലുള്ള സ്ഥിതി എന്താണെന്ന് പറയാം. സംസ്ഥാന രാഷ്ട്രീയത്തെക്കുറിച്ച്
നമ്മൾ കൂടുതലൊന്നും പറയണം, ഞാൻ മാത്രം അഭിപ്രായം പറയേണ്ടതില്ലല്ലോ. കഴിഞ്ഞ കുറച്ച് കാലമായി നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളും, ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട്, കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാർ, രണ്ടാം പിണറായി സർക്കാർ വന്നത് ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചും തട്ടിപ്പ് നടത്തിയാണെന്ന് സാമാന്യ ജനവിഭാഗത്തിന് ബോധ്യപ്പെട്ടതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം UDF വൻ വിജയം നേടിക്കൊണ്ടിരിക്കുകയാണ്. ഉപതെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞതിനേക്കാൾ കൂടുതൽ വോട്ടുകളാണ് നമുക്ക് കിട്ടിയത്. അത് ഈ നാട്ടിലെ ജനങ്ങൾ ചെയ്ത വോട്ടല്ലേ. ഒരു സീറ്റ് LDF-ൽ നിന്ന് നമ്മൾ പിടിച്ചെടുത്തു, ഒരു MLA അവരുടെ രാജിവെച്ച് പുറത്തേക്ക് പോയി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ചതിലധികം സീറ്റുകളാണ് UDF എന്ന്. ഞങ്ങളാരും അതങ്ങനെ പ്രതീക്ഷിച്ചു പോലും. അത്രയും സീറ്റുകൾ നമുക്ക് പഞ്ചായത്തുകളിൽ കിട്ടി, നിയമസഭയിൽ കിട്ടി. കോർപ്പറേഷനുകൾ, കൊല്ലം കോർപ്പറേഷനൊന്നും നമ്മൾ സ്വപ്നത്തിൽ പോലും കാണാത്ത കോർപ്പറേഷൻ. അപ്പോൾ ഒരു വലിയ UDF തരംഗം കേരളത്തിലുണ്ട്. ആ തരംഗം മട്ടന്നൂരിലും ബാധിക്കും. അത് നമുക്ക് ഗുണപ്രദമായി ഉപയോഗിക്കാൻ തീർച്ചയായും. മട്ടന്നൂരിലെ ഞങ്ങൾക്ക്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കഴിഞ്ഞ കാലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്കാൾ കൂടുതൽ ആവേശമാണ് മട്ടന്നൂരിലുള്ളത്. ഞങ്ങൾ ആദ്യമായി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം നടത്തിയ ഒരു റോഡ് ഷോ, ആ റോഡ് ഷോ ജനനിബിഡമായിരുന്നു. മട്ടന്നൂർ നഗരം തിങ്ങി നിറഞ്ഞിട്ടുള്ള ഒരു വലിയ രീതിയിലുള്ള പരിപാടി ഞങ്ങളുടെ ആവേശമാണ്, ഞങ്ങളുടെ പ്രവർത്തകരുടെ ആവേശമാണ്. കൈച്ചിഹ്നത്തിൽ വോട്ട് ചെയ്യാൻ കിട്ടിയ ഒരു അവസരം, നാട്ടുകാരനെ കിട്ടിയ ഒരു അവസരം, അത് സമർത്ഥമായി ഉപയോഗിക്കാൻ UDF-ന്റെ പ്രവർത്തകന്മാർ നീങ്ങുന്നു. UDF-നെ സ്നേഹിക്കുന്ന ജനവിഭാഗങ്ങൾ നീങ്ങുന്നു. വ്യക്തിപരമായി എന്നെ സ്നേഹിക്കുന്ന ആളുകളും തയ്യാറാണ്. ഈ ചന്ദ്രൻ തില്ലങ്കേരി എന്ന ഒരു വ്യക്തി KSU കാലം മുതൽ അതെ ഈ രാഷ്ട്രീയ രംഗത്ത് ഇങ്ങനെ വരാണ്. അർഹമായ പ്രാതിനിധ്യമുള്ള ഒരു സംവിധാനത്തിലേക്ക് ഇപ്പോൾ എത്താൻ പറ്റിയോ? തീർച്ചയായും. ഞാനൊരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. തില്ലങ്കേരി എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത്, അവിടെ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങുന്നത് KSU-കാരനായിട്ടല്ല. 18ാമത്തെ വയസ്സിൽ എൻ്റെ പാർട്ടിയുടെ, എൻ്റെ നാട്ടിലെ പടിക്കച്ചാൽ എന്ന് പറയുന്ന എൻ്റെ ഗ്രാമമാണ്, ആ ഗ്രാമത്തിലെ ബൂത്ത് പ്രസിഡൻ്റായിട്ടാണ് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം. അതിനുശേഷമാണ് ഞാൻ KSU ഭാരവാഹിയാകുന്നത്. SM കോളേജിൽ, ഞാൻ മട്ടന്നൂർ കോളേജ് കഴിഞ്ഞ ഉടനെ തന്നെ ബൂത്ത് പ്രസിഡൻ്റായി പാർട്ടി പ്രവർത്തനം ആരംഭിച്ച ആളാണ്. അതിനുശേഷം SM കോളേജിൽ പോയി KSU യൂണിറ്റ് പ്രസിഡൻ്റായി, KSU ജില്ലാ സെക്രട്ടറിയായി, യൂത്ത് കോൺഗ്രസ് ഭാരവാഹി, പടിപടിയായി രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്ന ഒരാളാണ് ഞാൻ. തില്ലങ്കേരിയിലെ കുഗ്രാമത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരാളായിരുന്നെങ്കിൽ എനിക്ക് ഈ സ്ഥാനമാനങ്ങളൊന്നും കിട്ടില്ലല്ലോ. അപ്പം എൻ്റെ പാർട്ടി എനിക്ക് നൽകാവുന്ന പാർട്ടിയിലെ സ്ഥാനങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. ഞാൻ 2 പ്രാവശ്യം എൻ്റെ ഗ്രാമത്തിൽ പഞ്ചായത്ത് മെമ്പറായ ഒരാളാണ്. തില്ലങ്കേരി എന്ന് പറയുന്ന പഞ്ചായത്ത് മെമ്പറായ ആളാണ് ഞാൻ. നിയമസഭയിൽ തളിപ്പറമ്പിൽ മത്സരിച്ചിട്ടുണ്ട്. ജയവും തോൽവിയും ഒന്നുമല്ല പ്രശ്നം. പാർട്ടി രണ്ടാമത് അവസരം തന്നു, ഇഷ്ടം പോലെ അവസരം തന്നു, അതിലൊന്നും ഒരു തർക്കവുമില്ല. നമ്മൾ ഇപ്പം MG മഹാത്മാഗാന്ധി കോളേജിന്റെ മാനേജറാണ്. മഹാത്മാഗാന്ധി കോളേജ് എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ കോളേജല്ല. എല്ലാ പാർട്ടികളും, CPM, BJP, ലീഗ്, അവിടെയുള്ള കേരള കോൺഗ്രസ്, ജനതാദൾ, എല്ലാ പാർട്ടികളുടെയും ഒരു ടീം വർക്കാണ് മഹാത്മാഗാന്ധി കോളേജ്. അതിൻ്റെ ലീഡർഷിപ്പ് വഹിക്കുക എന്ന് പറയുന്നത് തന്നെ ഞാൻ അവരുമായും ഞാനുമായിട്ടുള്ള ബന്ധം പിന്നെ കൂടുതൽ പറയേണ്ടല്ലോ. ജനകീയനെന്ന് ഞാൻ പറയുന്നില്ല, നമ്മൾ തമ്മിൽ നല്ല ബന്ധത്തിലാണ് ആ സ്ഥാപനം കൊണ്ടുപോകുന്നത്. അതെ, എന്തായാലും അങ്ങനെ ഒരു സ്ഥാനം കൂടി ഏറ്റെടുത്ത് നടക്കുമ്പോൾ KPCC ജനറൽ സെക്രട്ടറി എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടല്ലോ. അക്കൂട്ടത്തിൽ ഇതും എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു? അത് മാത്രമായിരുന്നില്ല. ഞാൻ 2 വർഷം മുമ്പ് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ സ്കൂളാണ് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. ഏകദേശം 5000-6000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൽ ഞാൻ KPC ഭാരവാഹി ഇരിക്കുമ്പോൾ തന്നെ ഞാൻ PTA പ്രസിഡന്റായിരുന്നു. അപ്പം തന്നെയാണ് ഞാൻ കോളേജിൻ്റെ മാനേജറായത്. അപ്പം തന്നെ ഞാൻ നിലവിൽ നമ്മുടെ ജനശ്രീ എന്ന് പറയുന്ന സംവിധാനത്തിന്റെ ജില്ലാ ചെയർമാനാണ്. ഇങ്ങനെയൊക്കെ എനിക്ക് സ്ഥാനം കിട്ടണമെങ്കിൽ ഞാൻ വെറുതെ ഇരിക്കുന്ന ആളാണെങ്കിൽ തരില്ലല്ലോ. ഇല്ല. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞു വന്നത് ചന്ദ്രേട്ടനൊക്കെ പറയുമ്പോൾ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഒരുമിച്ച് വഹിച്ചു. വീട്ടിൽ നിന്ന് എപ്പോഴെങ്കിലും വിളിച്ച് ചന്ദ്രേട്ടൻ എവിടെയാണെന്ന് ചോദിക്കൂലേ? ഞാൻ രാത്രി വൈകിയാണ് വീട്ടിലെത്താറുള്ളത്. അതൊരു സിനിമ ഡയലോഗ്. ചന്ദ്രേട്ടൻ എവിടെയാണ്? അത് അങ്ങനെയില്ല. ഞാൻ എൻ്റെ ഓരോന്നിനും ഓരോ സമയം നിശ്ചയിച്ചാൽ ആ സമയത്തിനനുസരിച്ച് നമ്മൾ ആ വർക്ക് നടത്തും. കോളേജിൽ പോകേണ്ട സമയമുണ്ട്. കോളേജിൽ ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും ചുരുങ്ങിയത് പോകണം. ജനശ്രീയായി ബന്ധപ്പെട്ട് കൂടുതലും ഞായറാഴ്ചകളിലും മറ്റു ദിവസങ്ങളിലാണ് പുറത്ത് പരിപാടി. അതിൽ ഓഫീസിൽ ആഴ്ചയിൽ ഒരു ദിവസം പോയാൽ മതി. പിന്നെ സംഘടനാ പ്രവർത്തനം മുഴുവൻ സമയമാണ്. അതിന് പിന്നെ പ്രത്യേകിച്ച് സമയമില്ല. അത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് പോകാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്ക് മട്ടന്നൂർ മണ്ഡലത്തിലേക്ക് വന്നാൽ, മട്ടന്നൂർ ഇനിയിപ്പോൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു. ഇപ്പോൾ ചന്ദ്രേട്ടൻ MLA ആയിട്ട് ഇവിടെ വന്നു, എന്തൊക്കെ ചെയ്യാൻ പറ്റും? നമ്മുടെ UDF-ന്റെ ഗവൺമെന്റ് അധികാരത്തിന് പോയതിനു ശേഷം മട്ടന്നൂരിൽ കാര്യമായി പ്രാവർത്തികമായ ഒരു പദ്ധതിയും ഇല്ല എന്നുള്ളതാണ് സത്യം. നമ്മളൊരു റവന്യൂ ടവർ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ 2 വർഷമായി. 4 ഓഫീസുകളാണ് അവിടെ വന്നത്. ഈ മട്ടന്നൂരും പരിസരത്തും പ്രവർത്തിക്കുന്ന
മുഴുവൻ ഓഫീസുകൾ അവിടേക്ക് വരുമെന്ന് പറഞ്ഞിട്ട് അവർ കെട്ടിടം എടുത്തിട്ടുണ്ട്. ഉം. ആ കെട്ടിടം ഇപ്പൊ കാലിയാണ്. അപ്പൊ എന്താണ്, യാഥാർത്ഥ്യ ബോധമില്ലാതെ കെട്ടിടങ്ങൾ എടുത്തിട്ടത് കൊണ്ട് കാര്യമില്ല. ആ ഓഫീസുകൾ അവിടെ എത്തിക്കാൻ സാധിക്കുമോ? ഒരു വാശിക്കിട്ടതാണ്, ഒരു വാശിക്ക് വേണ്ടി എടുത്ത ബിൽഡിങ്ങുകളായിരുന്നു. പക്ഷെ അവിടത്തേക്ക് ഈ ഓഫീസുകൾ കൊണ്ടുവരാൻ ആ വാശി കാണിക്കുന്നില്ല. തൊട്ടടുത്തൊരു സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് വർഷങ്ങളായി. അതെ. ഇ.പി. ജയരാജൻ മന്ത്രിയായപ്പോൾ ആരംഭിച്ചാണ്. ഒരു ആശുപത്രിയുടെ പ്രവർത്തനം പൂർത്തീകരിക്കാൻ ഇത്രയധികം വർഷങ്ങൾ വേണം. അതും പകുതിക്കിട്ട് നിൽക്കുകയാണ്. പടിയൂരിൽ ഒരു വലിയ ആയുർവേദ കോംപ്ലക്സ് ആരംഭിക്കുന്നു. ആയുർവേദ കോംപ്ലക്സിന്റെ നിർമ്മാണം തുടങ്ങിയിട്ട് കുറേ നാളുകളായി. അവിടെ ഭൂമിയുമായി ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതുവരെ അതിൻ്റെ ഉദ്ഘാടനം പൂർത്തീകരിച്ചിട്ട് ഉദ്ഘാടനം നടത്താൻ കഴിഞ്ഞിട്ടില്ല. പ്രവൃത്തി പകുതിയാണ്. എന്നിട്ടോ ആളുകൾ കാണാതിരിക്കാൻ കുറേ തുണിയൊക്കെ മറക്കി വെച്ചിട്ട് മുഖ്യമന്ത്രിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ചു. പിന്നെ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഒരു പക്ഷേ നമ്മുടെ നാടിൻ്റെ അഭിമാനമായ മട്ടന്നൂർ വിമാനത്താവളം അതിന് തകർത്ത് തരിപ്പണാക്കിയിരുന്നു. ആ വിമാനത്താവളത്തിൽ ഞങ്ങൾ ഗവൺമെൻറ് അധികാരത്തിൽ പോയതിന് ശേഷം ഒരു പരിപാടിയും ഒരു പദ്ധതിയും അവിടെ നടത്തിയിട്ടില്ല. പിണറായി വിജയൻ എല്ലാ മാസവും 2-3 നേരം അവിടെ ഇറങ്ങിയിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത് വിമാനത്തിൽ. ആ വിമാനത്താവളത്തിലെ ജീവനക്കാരോടോ അല്ലെങ്കിൽ അവിടെയുള്ള പൊതുവായ വികസന പ്രവർത്തനങ്ങൾക്കോ ഒരു യോഗമെങ്കിലും വിളിച്ചാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാണ്, അദ്ദേഹം കോട്ടയം ജില്ലക്കാരനാണ്. കെ ബാബു ആയിരുന്നു ചുമതലയുള്ള മന്ത്രി, അദ്ദേഹം എറണാകുളം ജില്ലക്കാരനാണ്. മാസത്തിലൊരു തവണ അദ്ദേഹം ഏറ്റെടുത്ത വകുപ്പ് അതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും വിനിയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഇവിടെ വന്ന് യോഗം വിളിച്ച് പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒന്നുമില്ല. ഇവിടെ കുറേ ഉദ്യോഗസ്ഥന്മാരെ, പിണറായിക്ക് MLA പോലും വിശ്വാസം ഉണ്ടായിട്ടില്ല. ഇവിടെ കുറേ 1-2 അദ്ദേഹത്തിൻ്റെ സ്വന്തക്കാരായ ഉദ്യോഗസ്ഥർ അവർ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾക്ക് എല്ലാവരും ഇങ്ങനെ കണ്ടു നിൽക്കുക. CPM-മാർക്ക് അതൃപ്തിയാണ്. അവിടെ ഒരു വികസന പ്രവർത്തനവും നടക്കുന്നില്ല. കാനാട് പ്രദേശത്ത് ഭൂമി ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ് പറ്റിച്ചിരിക്കുന്നു. റൺവേ ഞങ്ങളുടെ ഗവൺമെന്റ്, മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി റൺവേ പൂർത്തീകരിച്ചിട്ടാണ് വിമാനം ഇറക്കിയത്. അന്ന് ഞങ്ങളാ വിമാനം ഇറക്കുന്ന സമയത്ത് ഇ.പി. ജയരാജൻ എന്ന ഇവിടുത്തെ MLA ആണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു സമരം, ഒരു പന്തൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അന്ന് ഉമ്മൻചാണ്ടി വിമാനം ഇറക്കാൻ വേണ്ടി ഉദ്ഘാടന ചടങ്ങിൽ ജനങ്ങൾ ആർപ്പ് വിളിച്ചു പോകുമ്പോൾ അതിൻ്റെ ഇടതുഭാഗത്ത് ഒരു പന്തൽ കെട്ടി സമരമായിരുന്നു. എന്തേ? റൺവേ ഇനിയും വേണം, കൂടുതൽ ഭൂമി ഏറ്റെടുക്കണം. ഇതൊന്നും എടുക്കാതെയാണ് ഉമ്മൻചാണ്ടി ഈ പദ്ധതി പൂർത്തീകരിച്ചു എന്ന് വീമ്പിളക്കുന്നതെന്ന് പറഞ്ഞിട്ട് നടത്തിയ ആളുകളാണ്. അവരധികാരത്തിൽ വന്നു, അതേ റൺവേ വെച്ച് ഉദ്ഘാടനം നടത്തി. എന്നിട്ട് പ്രഖ്യാപിച്ചു ഞങ്ങൾ കുറച്ചുകൂടി ഭൂമി ഏറ്റെടുക്കും. ഭൂമി ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഉദ്യോഗസ്ഥന്മാർ പോയി ഭൂമി അളന്നു. അവിടെയുള്ള പാവപ്പെട്ട ജനങ്ങളോട് ഇനി ഇവിടെ താമസിക്കരുത്, വിമാനത്താവളം ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു. 10 വർഷം പൂർത്തിയാകാൻ പോയി ഈ ഗവൺമെൻറ് വന്നിട്ട്. ഒരു കുട്ടിക്ക് നഷ്ടപരിഹാരം കൊടുത്തിട്ടില്ല. വീടുകൾ മുഴുവൻ ഇടിഞ്ഞ് പൊളിഞ്ഞ് തകർന്ന് വീണു. ഇതൊരു വലിയ സിറ്റിയാക്കാൻ വേണ്ടി പോകുന്ന ഒരു പ്രദേശമാണ്. അതിന് തൊട്ട് താഴെയാണ് നൂറുകണക്കിന് ആളുകൾ അവരുടെ കിടപ്പാടം നഷ്ടപ്പെട്ട് ഭൂമി നഷ്ടപ്പെട്ട് അലഞ്ഞു തിരിയുന്നത്. അവർ വാടക വീട്ടിൽ കഴിയുന്നു, കുറേ ആൾ ബന്ധു വീട്ടിൽ കഴിയുന്നു. സാമ്പത്തികമായ പ്രതിസന്ധി, ആത്മഹത്യയുടെ വക്കിലാണ്. ചികിത്സയ്ക്ക് ഡയാലിസിസ് രോഗികൾ ഒരുപാടുണ്ട്. അവർക്ക് ചികിത്സക്ക് പോലും ഒരു നയാ പൈസ എടുക്കാൻ കഴിയുന്നില്ല. സഹായം ഗവൺമെൻറ് കൊടുക്കുന്നില്ല. ഭൂമി ഏറ്റെടുത്തിട്ടുമില്ല. ഭൂമി ഏറ്റെടുക്കുന്നവർക്ക് ഉറപ്പുമില്ല. അവരുടെ ജീവിതം വലിയ പ്രയാസത്തിലാണ്. ഇതാണ് LDFന്റെ മട്ടന്നൂർ നിയോജകമണ്ഡലത്തിലെ വികസനം. ഇത് ഫലപ്രദമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ UDFന് പറ്റി. പിന്നെ ഞങ്ങളവിടെ പോരാട്ടം നടത്തി. അവിടെ CPM-ന് സ്വാധീനമുള്ള ഒരു പ്രദേശമാണ്. അവരവിടെ പോയി പച്ചക്കളവ് പറയും. ഞങ്ങളവിടെ പോയി കാര്യങ്ങൾ പറയുമ്പോൾ അവർ ഞങ്ങളോടൊപ്പം കൂടെ നിൽക്കുന്നവർ. അവിടുത്തെ ജനങ്ങൾ അവരെ ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും ഞങ്ങൾ ഇന്നത് ചെയ്തു തരും, 1 മാസം കൊണ്ട് ചെയ്തു തരും, 2 മാസം കൊണ്ട് ചെയ്തു തരും. പക്ഷേ ഈ 10 വർഷമായിട്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഓരോ പ്രാവശ്യവും ഞങ്ങൾ എന്ന നിയമസഭയിൽ പ്രതിപക്ഷ നേതാവാണ് സബ്മിഷൻ ഉന്നയിക്കേണ്ടി വന്നത്. സണ്ണി ജോസഫാണ്. ഇവിടുത്തെ MLA ഉണ്ട്. ഭയപ്പാട് കൊണ്ട്, പിണറായി വിജയനോടുള്ള ഭയം കൊണ്ട് ഈ ഗവൺമെന്റിനെതിരെയുള്ള ഒരു ചോദ്യം പോലും ഇവിടുത്തെ MLAക്ക് ചോദിക്കാൻ സാധിച്ചിട്ടില്ല. അവരിടക്കിടെ വന്ന് പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കുന്നു പോകുന്നു എന്നുള്ളതാണ് സത്യം. ശ്രീ KK ശൈലജ ടീച്ചർ പേരാവൂർ മാറിയത് UDFന് ഗുണം ചെയ്യും. KK ശൈലജ ടീച്ചർ അല്ല, അവിടെ ആര് മത്സരിച്ചാലും UDFന് ഗുണം ചെയ്യും. UDFന് ഗുണം ഒന്നുമില്ല. മട്ടന്നൂരിൽ ചന്ദ്രൻ തില്ലങ്കരിക്ക് ഗുണം ചെയ്യും തീർച്ചയായും. KK ശൈലജ ടീച്ചർ എന്തിനാണ് പേരാവൂർ പോയത്? എന്തിനാണ് പേരാവൂരേക്ക് മാറ്റിയത്? ജയിക്കാനാണ്. സാമാന്യ ബുദ്ധിയുള്ള ആരെങ്കിലും പറയുമോ KK ശൈലജ ടീച്ചർ ഇക്കുറി? KK ശൈലജ ടീച്ചർ തോറ്റിട്ടല്ലേ പേരാവൂർ ഇങ്ങോട്ട് വന്നത്? ഈ മണ്ഡലം നിലവിൽ വന്നതിന് ശേഷം സണ്ണി ജോസഫിനോട് തോറ്റിട്ടാണ് ശൈലജ ടീച്ചർ ഇങ്ങോട്ട് വന്നത്. അവരെന്തിനാ മാറ്റിയത് മട്ടന്നൂരിൽ നിന്ന്? 2 ടേം നിബന്ധനയാണല്ലോ ഇവരെ പാർട്ടിയിൽ പറയുന്നത്. മട്ടന്നൂരിൽ ശൈലജ ടീച്ചർ എത്ര ടേമാണ് മത്സരിച്ചത്?
ഒരു ടേം. മട്ടന്നൂരിൽ ശൈലജ ടീച്ചർ ഒരു ടേം മത്സരിച്ചു. കൂത്തുപറമ്പിലാണല്ലോ അവർ മന്ത്രിയായിരുന്നപ്പോൾ ഉണ്ടായിരുന്നത്. അല്ല, കൂത്തുപറമ്പിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചു. അപ്പോൾ ഇ പി ജയരാജനായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഇവരിപ്പോൾ ഒരു ടേം മത്സരിച്ച് MLA എന്തിനു മാറ്റി ഞങ്ങൾക്കറിയില്ല. പിണറായി വിജയൻ എത്ര ടേമായി മത്സരിക്കുന്നു? ഇവർ പറയുന്നത് സംഘടനാപരമായ തീരുമാനത്തിന്റെ ഭാഗമാണ് എന്നാണ്. ആ സംഘടനാ തീരുമാനം ബാധകമാകാത്ത എത്ര നേതാക്കന്മാർ അങ്ങോട്ട് മത്സരിക്കും, തെക്ക് ജില്ലകളിൽ മത്സരിക്കുന്നുണ്ട്. അവിടെ ഒന്നുമില്ല. കാരണം എന്താ? തോൽക്കുമെന്ന് കണ്ടപ്പോൾ MLA നിർത്തി ജയിക്കാൻ സാധിക്കുമെന്ന് ഒരു പരീക്ഷണം അവിടെ നടത്തുന്നു. ആ പരീക്ഷണം എന്താ മട്ടന്നൂരിൽ നടത്താത്തത്? സിറ്റിംഗ് MLAക്ക് സീറ്റ് കൊടുക്കാത്ത എന്താണ്? അതിന് മറുപടി പറയേണ്ടത് CPM പാർട്ടിയാണ്. ജനങ്ങളിൽ അത് സംശയമുണ്ട് ജനങ്ങൾക്ക്. കെ ശൈലജ ടീച്ചർ ആ മണ്ഡലം പിടിച്ചെടുക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ആളെന്നാണ് പറയുന്നത്. ഏത് മണ്ഡലം? പേരാവൂർ മണ്ഡലം. കെ ശൈലജ ടീച്ചർ ഒരിക്കൽ നിയോഗിച്ചതാണല്ലോ, അവിടുന്ന് പരാജയപ്പെട്ട് വന്നതല്ലേ. ആ സാഹചര്യമല്ലല്ലോ. ആ സാഹചര്യമല്ലേ ഇപ്പോൾ. അവിടെ UDF കൂടുതൽ ശക്തിപ്പെട്ടു. അവിടെ ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരു പഞ്ചായത്തിൽ നിന്ന് ഞങ്ങൾ 5 പഞ്ചായത്ത് ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. എല്ലാ പഞ്ചായത്തുകളിലും ഞങ്ങൾക്ക് ലീഡ് കിട്ടി. ഇപ്പോൾ നല്ല സാഹചര്യം ഞങ്ങൾക്കാണ്, ശൈലജ ടീച്ചർക്കല്ല, CPM പാർട്ടിക്കല്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ മെച്ചപ്പെട്ട റിസൾട്ടാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ടീച്ചറെ സംബന്ധിച്ച് ടീച്ചർ ഒരു കുറച്ച് ജനകീയ ഇടപെടൽ നടത്തുന്ന ഒരാളാണെന്നാണല്ലോ പറയുന്നത്. ടീച്ചറെ സംബന്ധിച്ച് വ്യക്തിപരമായി ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ജനകീയമാണോ എന്നുള്ളതിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്ത് ജനകീയതയാണ് ടീച്ചർ നടത്തിയിട്ടുള്ളത്? പെരുമാറുന്നുണ്ട് ഞങ്ങളെപ്പോലെ തന്നെ എല്ലാവരും പരസ്പരം. ഒരു അധികാരം കിട്ടിയിട്ട് ആ അധികാരം വേണ്ടത്ര വിനിയോഗിക്കാൻ കഴിയാത്ത ഒരു മന്ത്രിയായിരുന്നു ടീച്ചർ എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കൊറോണ സമയം എന്ന് പറയുന്നത് ഈ നാട്ടിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ സേവിക്കാൻ പറ്റിയ സമയമാണ്. ചാനലുകളിൽ സേവിച്ചു എന്നല്ലാതെ സാധാരണ ജനത്തിന് എന്ത് ഗുണ കിട്ടിയത്? 6 മാസം കഴിഞ്ഞപ്പോൾ CAG റിപ്പോർട്ടിൽ വന്നില്ലേ, 3 രൂപയുടെ മാസ്കിന് 15 രൂപക്ക് കൊട്ടേഷൻ കൊടുത്ത, ഇല്ലാത്ത കമ്പനിക്ക് കൊട്ടേഷൻ കൊടുത്ത, 500 രൂപയുടെ PP കിറ്റ് 1500 രൂപക്ക് കൊട്ടേഷൻ കൊടുത്ത ഒരു ഗവൺമെന്റിന്റെ ഭാഗമാണ് ശൈലജ ടീച്ചർ. അഴിമതി സമ്പൂർണ്ണമായി നടപ്പിലാക്കിയ ഒരു ഗവൺമെന്റിന്റെ ഭാഗമായ ശൈലജ ടീച്ചർ എന്താണ് ജനകീയത ജനങ്ങൾക്ക് വേണ്ടി ചെയ്തത് എന്നൊന്ന് പറയണ്ടേ? ഈ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ Yes. ഈ സുധാകരൻ, അതുപോലെ നമ്മൾ TK ഗോവിന്ദൻ മാഷ്, കുഞ്ഞികൃഷ്ണൻ, സുധാകരൻ ഇവരൊക്കെ മാത്രമല്ല, നിങ്ങൾ കാണേണ്ട ഒരു പ്രശ്നം കേരളത്തിലെ CPM തകർച്ചയുടെ വക്കിലാണ്. പശ്ചിമ ബംഗാളിൽ CPM ഏകാധിപത്യ ഭരണത്തിന്റെ ഭാഗമായിട്ടാണ് പരാജയപ്പെട്ടത്. ഏകാധിപത്യമാണ് എന്ന് പാർട്ടി അണികൾ പറയുമ്പോഴും അവിടെ മുതലാളിത്തത്തിന് വേണ്ടി CPM നേതൃത്വം ഇടപെട്ടു എന്നതിൻ്റെ പേരിലാണ് ഒരു കോടിക്കണക്കിന് ഏക്കറുകൾ വരുന്ന കൃഷിസ്ഥലമടക്കം സ്വകാര്യ വ്യക്തികൾക്ക് ഏൽപ്പിച്ചു കൊടുക്കൊണ്ട് അവിടെ പ്രക്ഷോഭം പുറപ്പെട്ടത്. അതിൻ്റെ ഭാഗമായിട്ടാണ് CPM തകർന്ന തരിപ്പണമായത്. അത് തന്നെ ത്രിപുരയിൽ നടന്നു. അതിൻ്റെ തുടക്കം കേരളത്തിലും വരികയാണ്. ഞങ്ങൾ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഈ തുടർഭരണം കിട്ടുമ്പോൾ CPM നേതാക്കന്മാർ ഏകാധിപതികളാവുകയാണ്. അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് ദഹിക്കുന്നില്ല. ആ കമ്മ്യൂണിസ്റ്റുകാർക്ക് ദഹിക്കാത്തത് കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് CPMകാർ അവകാശപ്പെട്ടിരുന്ന G സുധാകരനും ഗോവിന്ദൻ മാഷും കുഞ്ഞികൃഷ്ണനും രാജേന്ദ്രനും നൂറുകണക്കിന് CPMന്റെ അറിയപ്പെടുന്ന നേതാക്കന്മാർ ആ പാർട്ടി വിട്ടുപോകുന്നത്. ഇത് കേരളത്തിനൊരു പുതുമയാണ്. ഇത്തരം കാര്യങ്ങൾ UDFന് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റി. വേണ്ട, ഞങ്ങളല്ലേ ഉപയോഗിക്കുന്നുള്ളൂ. G സുധാകരൻ ഇപ്പൊ ഞങ്ങൾ പിന്തുണ കൊടുത്തിരിക്കുക. എന്തുകൊണ്ടാണ്? എതിർപ്പുണ്ട്. ആ എതിർപ്പൊക്കെ മാറും. കോൺഗ്രസിന്റെ ഉള്ളിലൊന്നും എതിർപ്പ്. കോൺഗ്രസ് പാർട്ടി നിശ്ചയിക്കുന്ന, UDF നിശ്ചയിക്കുന്ന കാര്യങ്ങളിൽ നിൽക്കാത്ത ആളുകൾ കോൺഗ്രസിൽ ഉണ്ടാവില്ല. അതിലെ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ എന്ത് എതിർപ്പ്? പാർട്ടിക്കുള്ളിലൊന്നും എതിർപ്പില്ല. ഞങ്ങൾ ചർച്ച ചെയ്ത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ രാഷ്ട്രീയമായി എങ്ങനെ മുതലെടുക്കാൻ കഴിയുമെന്ന് ഞങ്ങളെ പഠിപ്പിച്ച CPMന്റെ മോഡലാണ് ഞങ്ങളിപ്പോൾ അവിടെ നടപ്പിലാക്കുന്നത്. ഞങ്ങളുടെ KV തോമസ്, ഞങ്ങളുടെ സരിൻ, അവരൊക്കെ പോയത് എങ്ങനെയാ? സരിൻ തലേന്ന് വൈകുന്നേരം വരെ പിണറായി വിജയനെ തെറി പറഞ്ഞാളാ. സീറ്റ് കിട്ടിയില്ല, പോയി. KV തോമസ് ജീവിതം മുഴുവൻ കോൺഗ്രസ് എല്ലാ MP, മന്ത്രി, കേന്ദ്രമന്ത്രി, MLA എല്ലാം കൊടുത്തിട്ട് ഒരു സീറ്റ് എറണാകുളത്ത് കൊടുത്തില്ല എന്ന് പറഞ്ഞ് പോയത്. ആദർശത്തിന്റെ പേരിലോ കമ്മ്യൂണിസത്തിൽ ആകൃഷ്ടരായിട്ടില്ല, അധികാരത്തിന് വേണ്ടി പോയ ആളുകളെ ഇരുകൈയും നീട്ടി സ്വീകരിച്ച CPM. ഇവിടെ G സുധാകരൻ MLA സ്ഥാനം കിട്ടാനായിട്ട് അയാൾ കുറെ കാലമായി പൊട്ടിത്തെറിക്കുകയാണ്. കുഞ്ഞികൃഷ്ണൻ സീറ്റ് കിട്ടാൻ വേണ്ടി പോയതല്ല. ഗോവിന്ദൻ മാഷ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുതലേ ഇവരുമായി നിസ്സഹകരണത്തിലാണ്, പാർട്ടിക്കുള്ളിൽ നിസ്സഹകരണത്തിലാണ് എന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. അപ്പൊ അവരുടെ ആശയപരമായ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ നിന്ന് അവർ വ്യതിചലിക്കുന്നു, കുടുംബാധിപത്യം നടപ്പിലാക്കുന്നു. അങ്ങനെ പറഞ്ഞ് പുറത്തു വരുന്ന ആളുകളെ അവരെ ഒറ്റപ്പെടുത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. മട്ടന്നൂർ മണ്ഡലത്തിന്റെ സ്ഥാനാർത്ഥിയാണ്. ഗ്രാമികയുടെ പ്രേക്ഷകരോട് വളരെ ചുരുങ്ങിയ വാക്കിൽ ചെറിയ കാര്യങ്ങൾ. ഗ്രാമിക TV മട്ടന്നൂർ നിയോജക മണ്ഡലത്തിലും പരിസര പ്രദേശങ്ങളിലുമെല്ലാം നല്ല രീതിയിൽ ജനങ്ങൾ കാണുന്ന ഒരു പ്രാദേശിക ചാനലാണ്. അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ശക്തമായ പ്രചരണ പ്രവർത്തനത്തിനിടയിൽ ഞങ്ങളിപ്പം വൈകിയാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്.
വളരെ തിരക്ക് പിടിച്ച ഓട്ടത്തിലാണ് നമ്മളെല്ലാം ഉള്ളത്. അതിനിടയിൽ ചാലോട് ടൗണിൽ ഒരു 50ഓളം പ്രവർത്തകർ കാത്തുകയാണ്. ടൗണിൽ പ്രചരണം നടത്തുന്നതിനിടയിലാണ് ഈ സമയം ഗ്രാമികയ്ക്ക് വേണ്ടി നമ്മൾ അനുഭവിച്ചു വന്നിട്ടുള്ളത്. അതിന് കാരണം ഗ്രാമികയുടെ ജനസമ്മിതി തന്നെയാണ്. തീർച്ചയായും ഗ്രാമിക ചാനലിലെ പ്രേക്ഷകരും ഗ്രാമിക TV-യും എല്ലാം എനിക്ക് പിന്തുണ നൽകണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഒരു വിജയാശംസകൾ നേരാനേ നമ്മളെ സംബന്ധിച്ച് പറ്റൂ. തീർച്ചയായും വിജയാശംസകൾ നേരണം. ഞാൻ വളരെ ഹൃദയപൂർവ്വം അത് സ്വീകരിക്കുന്നു. നമുക്ക് 9-ാം തീയതിക്ക് ശേഷം കാണാം. എന്താ ശരി. ഓക്കെ.